براءة من الله ورسوله إلى الذين عاهدتم من المشركين فسيحوا في الأرض 4 أشهر واعلموا أنكم غير معجز الله وأن الله مخزي الكافرين وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله فإن تبتم فهو خير لكم وإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم إلا الذين عاهدتم من المشركين ثم لم ينقصوكم شيئا ولم يظاهروا عليكم أحدا فأتموا إليهم عهدهم إلى مدتهم إن الله يحب المتقين فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم إن الله غفور رحيم وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله ثم أبلغه مأمنه ذلك بأنهم قوم لا يعلمون كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون وإن نكثوا أيمانهم من بعد عهد
أيمانهم وهموا بإخراج الرسول وهم بدأوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين ويذهب غيظ قلوبهم ويتوب الله على من يشاء والله عليم حكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ഒരു വലിയ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് നമ്മൾ. ആ ഭാഗ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ഇവിടെ മാത്രമല്ല വേറെ കുറേ വഴികളിലൊക്കെയും രാവിലെ മുതലേ പല ബെയ്ത്തുകളും പല മാലകളും പാടി റൂട്ടിലൂടെ മനുഷ്യന്മാരിങ്ങനെ പോവാണ്. അള്ളാഹു ഇറക്കാത്ത, റസൂല് കാണാത്ത, സ്വഹാബികളാരും പാടിയിട്ടില്ലാത്ത, ഉത്തമ തലമുറയിലെ 3 തലമുറ ആരും കണ്ടിട്ടില്ലാത്ത, പാടിയിട്ടില്ലാത്ത 6 നൂറ്റാണ്ട് വരെ റസൂലുള്ള വഫാത്തായിട്ട് 600 കൊല്ലം വരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പാടി ഇങ്ങനെ നടക്കണം. അപ്പോൾ ഭാഗ്യം ഞാൻ പറഞ്ഞത് സൂറത്ത് തൗബയിലെ അള്ളാഹുവിൻ്റെ കലാമാണ്. അതിലെ ആദ്യത്തെ 20ഓളം ആയത്തുകൾ അത് മനസ്സറിഞ്ഞ് നമുക്ക് ഓതാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. എവിടേക്കാ കൊണ്ടുവന്നത്? അള്ളാഹിൻ്റെ കലാമിലേക്ക്, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക്. മറ്റ് പല സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ടിയിരുന്ന നമ്മൾ ഇവിടേക്കെത്തി. അപ്പോൾ വരുന്ന വഴികളിലൊക്കെ അബാലവൃദ്ധം ആൾക്കാർ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ റോഡിൻ്റെ സൈഡിലിങ്ങനെ നിൽക്കുകയാണ്. ചെറുപ്പക്കാർ, പെണ്ണുങ്ങളും, വലിയ ആൾക്കാരും, മുതിർന്നവരും, വടികുത്തി പിടിച്ച് നിൽക്കുന്ന വയസ്സായ സ്ത്രീകളും ഒക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അള്ളാഹിൻ്റെ കലാമിൻ്റെ മുന്നിൽ കുറച്ചു നേരം ഇരിക്കുകയാണ് നമ്മൾ. അതെങ്ങനെ? അത് ഊതിക്കൊണ്ട്, അത് കേട്ടുകൊണ്ട്. നമ്മളെ നാവ് സാക്ഷിയാണ്, നമ്മളെ കാത് സാക്ഷിയാണ്, നമ്മളെ ചിന്ത, നമ്മളെ ബുദ്ധി, നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ അള്ളാഹിൻ്റെ കലാമിലേക്കാണ് നമ്മൾ രക്ഷപ്പെട്ട് വന്നത്. എത്ര വലിയ ഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ നമുക്ക് മാത്രം ഈ ഭാഗ്യം കിട്ടിയാൽ പോരാ, ബാക്കിയുള്ള ആളുകളിലേക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദേശം നമ്മൾ എത്തിച്ച് കൊടുക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ആരും ബാക്കിലേക്ക് നിൽക്കരുത്. ദൈവത്തിൻ്റെ രംഗത്ത് സജീവമായി രംഗത്ത് വേണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഊതിയത് സൂറത്ത് തൗബയിലെ ഇത്രയും ആയത്തുകൾ, നമ്മളെ ഇരുത്തം ഒക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ആയത്ത് ഏതായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വായിച്ച ആയത്ത് എത്ര? 70 19 മുതലുള്ള ആയത്തുകൾ അല്ലേ? ശരി. ഇനി സൂറത്ത് തൗബയിലെ തന്നെ നൂറ്റി 10, 11, 12 ആയത്തുകൾ.
111 112 കേട്ടോ. 111 112 ആയത്ത് തൗബയിലെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആയത്താണ്. അപ്പോൾ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. എന്താ നമ്മളെ വിഷയം എന്താണ്? മാലിൻ്റെ അഫവും ആഫിയത്തും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഒരായത്താണ് ഇപ്പം നമ്മൾ വായിക്കാൻ പോണത്. അപ്പോൾ വായിച്ചോളി. 111 112 ആയത്ത് ഓതിക്കോളി. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽഇൻജീലി വൽഖുർആൻ വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ് ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി വദാലിക ഹുവൽ ഫൗസുൽ അദീം. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. ഇന്നല്ലാഹ ഇഷ്തറ. ശ്രദ്ധിക്കാൻ ആയത്തിൽ കൈവച്ചോളെ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഇഷ്തറ അവൻ വാങ്ങിയിരിക്കുന്നു. ഇഷ്തറ എന്നാൽ വാങ്ങുക. ആരാ വാങ്ങിയത്? അല്ലാഹു. ആരിൽ നിന്ന്? മിനൽ മുഅ്മിനീന ഈമാനുള്ളവരിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു വാങ്ങിയിരിക്കുന്നു. എന്ത്? എന്താ വാങ്ങിയത്? വായിക്ക്. ആയത്ത് കണ്ടിട്ടില്ല. അൻഫുസഹും അവരുടെ ദേഹങ്ങളെ, ശരീരം. പിന്നെ അംവാലഹും അവരുടെ മുതലും, മാല്. അപ്പോൾ വാങ്ങുമ്പോൾ ഒന്നിന് പകരല്ലേ വാങ്ങുക അല്ലേ? എന്തിന് പകരം? വായിക്ക്. ബി അന്ന ലഹുമുൽ, അവർക്ക് സ്വർഗമുണ്ട്, ആ സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി. അപ്പൊ എന്താണ്? സ്വർഗത്തിന് പകരം സ്വർഗം കൊടുത്ത് ഈമാനുള്ളവരിൽ നിന്ന് അള്ളാഹു എന്തു വാങ്ങിയിട്ടുണ്ട്? ശരീരവും മുതലും വാങ്ങിയിട്ടുണ്ട്. എന്താ അതുകൊണ്ട് ഉണ്ടാകുക? എന്താണ് ആ പറഞ്ഞത്? മനസ്സിലായ? എന്താണ്? നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ, അപ്പം നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്ന സ്ത്രീകളൊക്കെ പല ആൾക്കാരും അതിലിങ്ങനെ ഇട്ടുങ്ങാണ്ട പോയിട്ട് വന്നവിടെ വന്നിരിക്കണത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പള്ളീനെ കുറിച്ച് പറഞ്ഞു. കക്കാട് വരുന്ന ഒരു പള്ളിനെ കുറിച്ച്, തിരങ്ങാടിയിൽ വരുന്ന ഒരു പള്ളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നു പറയും. ഇതൊക്കെ എന്തിനാണ്? ആർക്കാണ് ഈ കൊടുക്കണത്? ആരാ നമ്മുടെ അടുത്ത് വാങ്ങണത്? ആരാ വാങ്ങണത്? അള്ളയാണ് വാങ്ങണത്. മനസ്സിലായി? അപ്പം നമ്മുടെ അടുത്ത് ചിലപ്പോൾ സലാമായിരിക്കും വാങ്ങണത്, വേറെ ആരെങ്കിലും ഏക്കാരം വാങ്ങണത്. പക്ഷെ ഇത് ആരാണ് ശരിക്കിത് വാങ്ങണത്? അള്ളയാണ്. അപ്പം ഞാൻ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് വാങ്ങുമ്പം, നിങ്ങളെ കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ ഞാൻ പകരം നിങ്ങൾ പൈസ തരണം അല്ലേ? പൈസ തരുമ്പോൾ പകരം നിങ്ങൾക്കൊരു സാധനം തരും അല്ലേ? അതല്ലേ? അതിനല്ലേ? അപ്പം അള്ളാഹ്ക്ക് കൊടുക്കുമ്പം അള്ളാഹ് പകരം തരുന്നത് എന്താണ്? സ്വർഗമാണ്. അപ്പോൾ മുതൽ മുഴുവനും കൊടുക്കാനല്ല കേട്ടോ പറഞ്ഞത്, മുതലിൽ നിന്ന് കൊടുക്കാന്നാണ്.
അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? അഫുവും ആഫിയത്തുമുള്ള മുതലായിരിക്കും അത്. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ പാപങ്ങൾ അള്ളാഹു എന്താക്കി തരും? മാപ്പാക്കി തരും. അപ്പം മുതൽ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? മാപ്പ് കിട്ടും. അത് പെടുന്നിട്ടാ. നിങ്ങൾക്ക് കേൾക്കണോ? പരലോകത്ത് എത്തിയതിന് ശേഷം മനുഷ്യന്മാര് ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. എന്താ അറിയോ? അല്ലാഹ് പറയാണ്, വലൗ അന്ന ലില്ലദീന വലമു മാഫിൽ അർളി ജമീഅൻ. ഒരാൾക്ക് ഭൂമിയിലുള്ളത് മുഴുവനും ഓൻ്റെതാന്ന് വിചാരിക്കുക. ഒരാളതാണ് ഭൂമിയിലുള്ളത് മുഴുവനും. അങ്ങനെയാണെങ്കിൽ പോലും അത് മുഴുവനും അവൻ പകരം കൊടുക്കാൻ ശ്രമിക്കും. എന്തിന്? മിൻ അദാബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ മിൻ സൂഇൽ അദാബി യൗമിൽ ഖിയാമ, മോശമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതൊരായത്തിട്ടാ. വേറൊരായത്ത് എന്താ പറയുക? ഭൂമിയിലുള്ളത് മുഴുവൻ ദഹബൻ, സ്വർണ്ണാണെന്ന് വിചാരിക്കുക. ഇതൊക്കെ സ്വർണ്ണമെന്ന് വിചാരിക്കുക. അത് മുഴുവനും നമ്മളൊരാളുടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാള് പരലോകത്ത് വന്നാൽ അത് മുഴുവനും കൊടുക്കുന്നു. എന്തിന്? ശിക്ഷയെന്ന് രക്ഷപ്പെടാൻ. ഇനി വേറെ ആയത്ത് എന്താ പറയുക? ഈ ഭൂമിയും ഈ ഭൂമിയെപ്പോലെ മിസ്ലിഹി, അതുപോലെയുള്ള വേറൊരു ഭൂമി ഉണ്ട് വിചാരിക്കുക. രണ്ട് ഭൂമിയിലാക്കേണ്ടി വിചാരിക്കുക. എന്നാൽ പോലും അവനെന്ത് ചെയ്യും? ആ രണ്ട് ഭൂമി ആർക്ക് കൊടുക്കും? അവിടെ പടച്ചവർക്ക് കൊടുക്കാം. എന്തിന്? ശിക്ഷ രക്ഷപ്പെടാൻ. ഞാൻ അവസാനത്തെ കേട്ടോളി. 2 ഭൂമിയല്ല 10 ഭൂമി ഉണ്ടെങ്കിലും ഈ 10 ഭൂമിയുള്ളത് മുഴുവനും സ്വർണ്ണാണെങ്കിലും ഇതിനേക്കാൾ വലിയൊരു മുതൽ നമുക്കുണ്ട്. ഏതാ? നമ്മളെ ഏറ്റവും വലിയ മുതലേതാ? അതിന്റെ മക്കള് അല്ലെ? പൊന്നുമക്കള് അല്ലെ? ഒരാൾ വന്നിട്ട് നിങ്ങളെ മോനം കണ്ട് തന്നാൽ നിങ്ങൾക്ക് ഒരു 10 കോടി തരാറിനെ കൊടുക്കുവോ? ഇല്ല. എങ്കിൽ ഇതിനേക്കാളൊക്കെ വിലപ്പെട്ട മക്കളെ പരലോകത്ത് കൊടുക്കുന്ന പറഞ്ഞു. ഇന്റെ മക്കളെ പകരം തരാം, ഭാര്യനെ പകരം തരാം, സഹോദരങ്ങളെ തരാം, മാതാപിതാക്കളെ തരാം, എന്നിട്ട് ഇന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന. അപ്പോ മാപ്പ് കിട്ടൂല, അഫവ് കിട്ടൂല. ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് തന്നെ കൊടുക്കണം. ഇവിടുന്ന് നിങ്ങൾ ഭൂമി മുഴുവനും കൊടുക്കണ്ട, സ്വത്ത് മുഴുവനും കൊടുക്കണ്ട, മുതൽ മുഴുവനും കൊടുക്കണ്ട. ആദ്യം 2% ആകള്ളിന്ന് 2% എന്ത് ചെയ്യുക? നിസാബ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 റുപ്യ ഉണ്ടെങ്കിൽ 2.5 റുപ്യ എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കുക. പിന്നെ ബാക്കി 96 ഉണ്ടാവും. അതിന് നിങ്ങളെ കുടുംബം പട്ടിണിയാകാത്ത കോലത്തിൽ, നിങ്ങൾ കടക്കാരനാകാത്ത കോലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളി? ദാനം ചെയ്തോളി. അങ്ങനെ ആ മുതല് അഫുവും കിട്ടും. ആഫിയത്ത് എന്താ? മരിച്ചെന്നുള്ള ആഫിയത്ത് എന്താണ്? ദുഖൂലുൽ ജന്ന, സ്വർഗത്ത് കിടക്കലാണ്, കിട്ടും. അവിടെ കിടക്കണമെങ്കിൽ മാപ്പ് കിട്ടണ്ടേ? മാപ്പും കിട്ടും. അപ്പൊ ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന കാര്യം എന്താണ്? മുതലിലെ അഫുവും ആഫിയത്തും. തീർന്നിട്ടില്ല, വായിക്കേ. യുഖാതിലൂന ഫീ സബീലില്ലാഹ് ഫയഖ്തുലൂന വയുഖ്തലൂന. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അവര് ബാക്കി അള്ളാന്റെ മാർഗത്തിൽ മറ്റുള്ളവരെ യുദ്ധത്തിൽ അവരെ കൊല്ലുന്നുണ്ട്, ഇവർ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അള്ളാന്റെ മാർഗത്തിൽ എന്തും കൊടുത്തു? ദേഹം കൊടുത്തു. ബാക്കി വഅദൻ അലൈഹി ഹഖൻ ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും തന്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനമാണത്. സംശയം വേണ്ട. നിങ്ങൾക്ക് കിട്ടുമോന്നൊന്നും ഇവിടുന്ന് കൊടുത്തൊക്കെ അവിടുന്ന് കിട്ടും, സംശയം വേണ്ട. അത് ഖുർആനിൽ മാത്രല്ല, പിന്നെ തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും ഒക്കെ അള്ളാഹ് പറഞ്ഞ, അള്ളാന്റെ മേൽ ബാധ്യതയായിട്ട് എടുത്തു പറഞ്ഞ സത്യമാണത്. അത് പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് വായിക്കേ. വമൻ ഔഫാ ബി അഹ്ദിഹി. അള്ളാഹുവിനേക്കാൾ തന്റെ കരാറ് നിറവേറ്റുന്നവനായി ആരുണ്ട്? നമ്മൾ വേറെ ആള് പറയാം, ഈ ഒരു 100 റുപ്യ കാട്ടിക്കാം, ഞാൻ അങ്ങനെ തരാം. നമ്മൾ കൊടുത്തു. തരാന്ന് പറഞ്ഞാൽ തരുമെന്ന് ഉറപ്പൊന്നുമില്ല അല്ലെ? പക്ഷെ അള്ളാഹ് തരാന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനേക്കാൾ കരാറ് പാലിക്കുന്നവൻ, തരാന്ന് പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ അള്ളാഹുവിനേക്കാൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം വേണ്ട, സന്തോഷിച്ചോളി. ബാക്കി വായിക്കേ. നിങ്ങൾ സന്തോഷിച്ചോളി, സങ്കടം വേണ്ട, ദുഃഖമൊന്നും വേണ്ട. ഫസ്തബിഷിറു, നിങ്ങൾ സന്തോഷിക്കുക, ധൈര്യമായിട്ട് കൊടുത്തോളി. ഫസ്തബിഷിറു ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ആ ഇടപാടിൽ, ബൈഅ എന്ന് പറയുന്ന കച്ചവടം, ബിസിനസ്, ഇടപാട്, അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ആ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളി. അത് കിട്ടും. തരാന്ന് പറഞ്ഞാൽ പടച്ചവൻ തരും. ബാക്കി വദാലിക ഹുവൽ ഫൗസുൽ, അതാകുന്നു വമ്പിച്ച വിജയം. നമ്മളൊരാള്, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുക, ഏറ്റവും അടുത്ത സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്ന് അവൻ പറഞ്ഞ് ഞാൻ പോണില്ല, ഞാനിവിടെ താന്നൂർ അങ്ങാടിയിൽ ഒരു കച്ചവടം തുടങ്ങുകയാണ്. നമുക്ക് ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്താ, വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്, നല്ല ബന്ധമുള്ള ആളാ. ഓൻ പറയണേ കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട്, ഇതും കൂടി കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പൈസ ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് ഷെയർ ആവാം. ഞാനൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ലാഭനഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇസ്ലാമികമായ മര്യാദ അനുസരിച്ച് ഞാൻ എനിക്ക് തരണ്ട്. അപ്പോൾ നമ്മൾ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ, എത്ര അടുത്ത പരിചയമുള്ളവരാണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പൈസ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, ഒരു ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? കച്ചവടം പൊളിയോ, അത് ലാഭകരമാകുമോ, അതോ വൈക്കലിട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് ബേജാറുണ്ടാവും അല്ലേ, എത്ര അടുത്ത ആളാണെങ്കിലും. എന്നാൽ നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്, അള്ളാഹുമായിട്ട് അവിടെ ഇടപാട്. ആരുമായിട്ട് ഇടപാട്? അള്ളാഹുവിനേക്കാൾ വാക്കുപാലിക്കുന്നവൻ ആരാണ്? അപ്പൊ നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന, അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന മുതലാണ് അള്ളാഹുമായി നമ്മൾ നടത്തുന്ന ഒരു കച്ചവടമാണ്. എത്ര ആൾക്കാർക്ക് അറിയത്? അതിന് ലാഭം കിട്ടും, അത് പൊടിയില, അത് പടച്ചോൻ തരും. അള്ളാഹുമായി നിങ്ങൾ നടത്തിയ ഈ ഇടപാട് ഒരിക്കലും പരാജയപ്പെടില്ല, നിങ്ങൾ സന്തോഷിച്ചോളിയെന്ന്. അതിനേക്കാളും ആഫിയത്തുള്ള മുതൽ ഇനി വേറെ ഉണ്ടോ? അഫുള്ള മുതൽ വേറെ ഉണ്ടോ? ഇല്ല. എന്നിട്ടാണ് ഇനി അള്ളാഹു കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയണത്. ഇത് ശരിയാകാത്ത ആൾക്കാർ, ഇനി പറഞ്ഞ ആൾക്കാരായിട്ട് കാര്യമില്ല. ആരൊക്കെയാണ്? വൈക്ക് അത്തായിബൂന العابدون الحامدون الصائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر. അവയ്ക്ക് അവരാണ് തൗബ പാശ്ചാത്തപിക്കുന്നവര്, തൗബ ചെയ്ത് മടങ്ങിയവര് അല്ലേ? ഇരിക്കണവരൊക്കെ തൗബ ചെയ്ത് മടങ്ങി. എന്തെല്ലാം ശിർക്കും വിധത്തൊക്കെ നമ്മൾ ചെയ്തിന് അല്ലേ? ഒക്കെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയതാ. തായിബൂൻ. പിന്നെ അല്ല ആബിദൂൻ, എന്നാലേ അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട് അല്ലേ? ആബിദുൻ ഇബാദത്ത് അല്ലെ? ദുആ ആർക്ക് മാത്രം? ദുആയാണ് ഇബാദത്ത്, അതടക്കമുള്ള എല്ലാ ഇബാദത്തും ചെയ്യുന്നവരാണ്. പിന്നെ ഹാമിദൂൻ, ഹംദ് സ്തുതി പറയുന്ന, നന്ദി കാണിക്കണവരാണ്. സായിഹുൻ, നോമ്പ് എടുക്കണവരാണ്. റാക്കിഊൻ, സാജിദൂൻ, റുക്കൂ സുജൂദ് ചെയ്യുന്നവരാണ്. അത് മാത്ര നിസ്കരിക്കാൻ പള്ളിക്ക് പോയി വരുന്നത് മാത്രം അല്ല. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ, തിന്മ വിരോധിക്കുന്നു, നന്മ കൽപ്പിക്കുക. ഏറ്റവും വലിയ തിന്മ ഏതാണ്? ശിർക്കും ബിദ്അത്തും അല്ലെ? ഏറ്റവും വലിയ നന്മ ഏതാണ്? സുന്നത്തും തൗഹീദും അല്ലെ? തൗഹീദും സുന്നത്തും. അത് കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. വൽ ഹാഫിദൂന, അള്ള വെച്ച അതിർത്തി നമ്മൾ വിട്ടു കിടക്കൂല. ഇന്ന കാര്യത്തിൽ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ, അവിടെ നമ്മൾ നിൽക്കും. ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, അത് ചെയ്യൂല. അള്ള വരച്ച അതിർത്തികളെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് വബശ്ശിരിൽ മുഅ്മിൻ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ സന്തോഷിച്ചുകൂടിയെന്ന്. ഇപ്പൊ ആയത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി ഒന്ന് നോക്കി നോക്കി, ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നോക്കി നോക്കി. എല്ലാവരും ഓതണം. തൗബ സൂറത്ത് ഇപ്പൊ തൗബയിലെ 111-12 111-112 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 111-112. من المؤمنين أنفسهم وأموالهم بأن لهم الجنة
التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. ഇനി നേരെ ബാക്കിലേക്ക് മറിക്കുക. 8-ാമത്തെ സൂറത്ത്. ഇപ്പൊ 9 തൗബ. ഇനി 8-ാമത്തെ സൂറത്ത് അൻഫാല്. കണ്ടില്ലേ? ആയത്ത് 26 മുതൽ 29 വരെ. 26, 27, 28, 29. ശ്രദ്ധിക്കുക. ആയത്ത് ഓതുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. ഇത് കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. നമുക്ക് അള്ളാഹു തന്ന മുതൽ ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് ആ മുതലിൽ അഫുവും ആഫിയത്തും ഉണ്ടാവും. എന്താണ്? അള്ളാഹു നമുക്ക് തന്ന മുതൽ അത് കുറവാട്ടെ കൂടെ എന്താവട്ടെ, അത് ഒരു ഫിത്നയാണ് അഥവാ പരീക്ഷണമാണ് എന്ന് അള്ളാഹു പറഞ്ഞ അർത്ഥത്തിൽ വ്യാപ്തിയിൽ ഉൾക്കൊള്ളാൻ കഴിയണം. ഇപ്പം നമ്മൾ സാധാരണ ഖുത്ബയിലും പ്രസംഗത്തിലും ക്ലാസ്സിലൊക്കെ കേൾക്കാറുണ്ട്, മുതൽ ഒരു പരീക്ഷണമാണെന്ന് കേൾക്കാറുണ്ട് അല്ലേ? എങ്കിൽ അത് ഏതർത്ഥത്തിൽ എങ്ങനെ എന്ന് നമ്മൾ അറിയണം. അപ്പം അതിന് ആദ്യം അള്ളാഹു തആല ഒരു കാര്യം നമുക്കിങ്ങനെ കാണിച്ചു തരും. നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഒരു കാര്യം കണ്ടിട്ട് ആ കാര്യത്തെ നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറയണം. അള്ളാഹു നമ്മളെ മുന്നിൽ ഒരു കാര്യം കാണിച്ചിട്ടാണ്. ആ കാര്യം എന്താണെന്നറിയോ? നടന്ന സംഭവം, നടന്ന ഒരു കാര്യം. ആ നടന്നൊരു കാര്യത്തെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ട് അള്ളാഹു പറയുന്നു അത് പരീക്ഷണമാണ്, സമ്പത്തും മുതലുന്ന്. എന്താന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ 26-ാമത്തെ ആയത്ത് മുതൽ ഓതിക്കോളി. 26 മുതൽ 29 വരെയുള്ള ആയത്ത് എല്ലാവരും ഓതണം, ആരും കാണാതിരിക്കരുത്. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون.
ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. കൈവച്ചുള്ളൂ വായിക്കണോട്ടെ, ഞാൻ പെട്ടെന്ന് പറയാം. വദ്കുറു, നിങ്ങൾ ഓർക്കണം. അള്ളാഹ് പറയട്ടാ, മറക്കരുത്. ഭയങ്കര ഒരു അള്ളാഹ് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ വരെ, പ്രയോഗങ്ങൾ വരെ ഭയങ്കരമായ ഇജാസാണ്. ഖുർആന്റെ മൂജിസത്ത് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. വദ്കുറു, നിങ്ങൾ ഓർക്കണം. ആരും മറക്കരുത്. എന്താണ് മറക്കാൻ പാടില്ലാത്തൊരു സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു സംഭവം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വദ്കുറു, നിങ്ങൾ ഓർക്കണം. ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമായിരുന്നു. നിങ്ങൾ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമല്ല, മുസ്തദഅഫൂന ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ ദുർബലരായിരുന്നു. എങ്ങനെ? ഭൂമിയിൽ ദുർബലരായ, സ്വത്തും മുതലൊന്നും ഇല്ലാത്ത, ആരോഗ്യമൊന്നും ഇല്ലാത്ത കുറേ അടിമകളും പാവപ്പെട്ട കുറേ മനുഷ്യന്മാർ. ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ വളരെ കുറച്ച് ആൾക്കാർ, ന്യൂനപക്ഷം, ഭൂരിപക്ഷമല്ല, കലീലാണ്. അങ്ങനത്തെ അവസ്ഥ അല്ലേ ഉണ്ടായിരുന്നു. മറക്കരുത്, ശ്രദ്ധിക്കണേ, മറക്കരുത്. എന്നിട്ട് തഹാഫൂന, നിങ്ങൾക്ക് പേടിയായിരുന്നു. ശ്രദ്ധിക്കണ ആയത്തെ, തഹാഫൂന, നിങ്ങൾക്ക് പേടിയായിരുന്നു, ഭയമായിരുന്നു. എന്ത്? യതഖത്തഫകുമുന്നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുമെന്ന് പേടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ വാക്ക് നിങ്ങൾ നോക്കി. ജനങ്ങൾ നിങ്ങളെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുമെന്നൊന്നും അല്ല പറഞ്ഞത്, റാഞ്ചിക്കൊണ്ടുപോകുമെന്ന്. എങ്ങനെയാണ് ആ വാക്ക്? നിങ്ങൾ ഒരു പെടക്കോഴി, അതിനെ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ തള്ളക്കോഴിക്ക് എപ്പോഴും ബേജാറാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബേജാറാണ്. കാരണം എപ്പോഴാണ് പരുന്ത് വരിക എന്നറിയില്ല, അല്ലേ? ചെറിയ തട്ടിപ്പോഴും അത് റാഞ്ചി കൊണ്ടുപോകാം, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. അന്ന് ജനങ്ങൾ അഥവാ ശത്രുക്കൾ നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകുമോ എന്ന് പേടിയായിരുന്നു നിങ്ങൾക്ക്, അല്ലേ? മറക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി ഫആവാക്കും, നിങ്ങൾക്ക് അല്ലാഹു എന്നിട്ട് അഭയം നൽകി. വഅയ്യദക്കും ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകി, നിങ്ങൾക്ക് ശക്തി നൽകി അള്ളാന്റെ സഹായം കൊണ്ട്, അല്ലേ? ബദറിലെത്ര ആൾക്കാർ? അതിന്റെ അപ്പുറത്തെ ആൾക്കാർ ഇനി 3 ഇരട്ടി, അല്ലേ? പുറത്ത് വല്ല ആയുധോ ഒരു പേനാകത്തി പോലും ഇല്ലായിരുന്നു, അല്ലേ? എന്നിട്ട് അള്ളാഹ് സഹായിച്ചു, അള്ളാഹ് പിൻബലം നൽകി. മറക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി മിനത്വയ്യിബ, നല്ല ഉപജീവനം തന്നു, നല്ല ഉപജീവനം തന്നു നിങ്ങൾക്ക്. ബാക്കി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. മനസ്സിലാകണ്ട? ഈ ചരിത്രം ഓർമ്മല്ലേ നിങ്ങൾക്ക്? നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? നമ്മളെ മുന്നിൽ ഇതുണ്ടല്ലോ. ഈ സംഭവം കാണിച്ച് തന്നിട്ട് അള്ളാഹ് പറയാ, കേട്ടോളൂ. യാ അയ്യുഹല്ലദീന, ഈമാനുള്ളവരെ, ലാ തഖൂനുല്ലാഹ വറസൂല, അള്ളാനെയും റസൂലിനെയും വഞ്ചിക്കരുത്. അള്ളാഹിനെ റസൂലിനെയും വഞ്ചിക്കാറെന്താ? അള്ളാഹും റസൂൽ പറഞ്ഞതിനെതിരിൽ ജീവിക്കുക. അള്ളാഹിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. ബാക്കി തഖൂനു അമാനാത്തിക്കും, നിങ്ങൾക്ക് ഓരോ അമാനത്തുണ്ട്, ഓരും വഞ്ചിക്കരുത്. നമ്മളെ ഭാര്യ അമാനത്താണ്, അല്ലെ? മക്കൾ അമാനത്താണ്, ഭർത്താവ് അമാനത്താണ്. പറ്റിക്കരുത്, വഞ്ചിക്കരുത്. ഭാര്യനെ പറ്റിക്കരുത്, ഭാര്യനെ വഞ്ചിക്കരുത്. ഭർത്താവിനെ പറ്റിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്. മക്കളെ പറ്റിക്കരുത്, വഞ്ചിക്കരുത്. ബാപ്പാനും ഉമ്മാനും പറ്റിക്കരുത്. വാപ്പിയമ്മയും വിചാരിക്കും നല്ല മക്കളാണ്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വാപ്പിയമ്മയും അറിയാത്ത കുറേ ദോഷങ്ങൾ, തിന്മകൾ, വേണ്ടായ്മകൾ, തോന്നിവാസങ്ങൾ ഉണ്ട്. വാപ്പാനും ഉമ്മാനും പറ്റിക്കണ മക്കള്, മനസ്സിലായില്ലേ? ആവരുത്. ഇതൊക്കെ അമാനത്താണ്. സ്വന്തം അമാനത്തുകളും വഞ്ചന കാണിക്കരുത്. ബാക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അറിഞ്ഞിരിക്കെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ബാക്കി കണ്ട, ഇത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പ്രയോഗിക്കുന്ന വാക്ക് നോക്കി, വരമോ, നന്നായി മനസ്സിലാക്കണം. ആ വാക്കെന്നെ നോക്കി നിങ്ങൾ. ഞാൻ പറയാം, അള്ളാഹ് ഉപയോഗിക്കുന്ന ഒരു പദത്തിന് പോലും അതിന്റെ ശക്തിയുണ്ട്. വലമോ, നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടി? അന്നമാ അമ്വാലുക്കും, നിങ്ങളെ മുതല്, ഔലാദുക്കും, നിങ്ങളെ മക്കൾ, ഫിത്തിന. എന്താണ്? പരീക്ഷണം. ഞാൻ പറഞ്ഞില്ലേ, മുതല് പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അഫുമാഫിയത്ത് ഉണ്ടാകും. ഇത് പരീക്ഷണാണ്. കുറേ ഉള്ളതും പരീക്ഷണാണ്, തീരെ ഇല്ലാത്തതും പരീക്ഷണം. മക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 100 മക്കളിൽ നിന്നൊന്നുമല്ല, മറിച്ച് എന്താ പറയുക, തറവാട്, കുടുംബം. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, ഞങ്ങൾ വലിയ തറവാട്ടേരാണ്. എന്താ തറവാട്ടേര് എന്ന് പറഞ്ഞാൽ? വലിയ തറവാട്ടേര് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും, ഒരുപാട്. അതാണ്. അതൊന്നും ഇവിടെ പറയണം. അത് മുഴുവൻ എന്താണ്? എല്ലാം എന്താണ്? ഒക്കെ പരീക്ഷണാണ്. അന്നല്ലാഹ,
ഇൻദഹു അജ്റുൻ അളീം. മഹത്തായ പ്രതിഫലം ആരെടുത്താണുള്ളത്? അള്ളാഹിന്റെ അടുക്കലുള്ളത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന, പ്രശ്നം മാത്രമല്ല അള്ളാഹ് പറയാ, പ്രശ്നം മാത്രമല്ല പരിഹാരം അള്ളാഹ് പറയും. എന്താ പറയാറിയോ? നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ്? കടമുണ്ട്, കുറെ ബാധ്യതകളുണ്ട്, കുറെ ഏർപ്പെടുന്ന കച്ചവടമൊക്കെ പൊളിഞ്ഞു പോകാണ്, ഒന്നുകൊണ്ട് ലാഭം കിട്ടണില്ല, വിചാരിക്കണ മാതിരി ഒന്നുമില്ല. കുറെ കാലം ഗൾഫിലായിരുന്നു, ഇവിടെ വന്നു, എല്ലാം പൊളിഞ്ഞു പോയി, എല്ലാ സമ്പാദ്യം പോയി, ഇപ്പൊ ഒന്നുമില്ല, കടത്തിന് മേലെ കടാണ്. ഇതൊക്കെ ഒരുപാട് പരാതികളുണ്ട് അല്ലെ. ചില ആൾക്കാർ പറയും അൽഹംദുലില്ലാ റാഹത്താണ്, ഒരു മുട്ടില്ല, ഒരു പ്രയാസമില്ല, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. രണ്ടും പരീക്ഷണ. അള്ളാഹ് പറയാണ്, കേട്ടോളി. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും, നിങ്ങൾക്ക് അള്ളാഹ് ഒരു മാർഗം കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്, ഒരു വഴി പടച്ചവൻ കാണിച്ചു തരും. നിങ്ങളെ കടക്കം മാറും, നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ മാറും, എല്ലാം മാറും. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം, തഖ്വയോടെ ജീവിക്കണം. തെറ്റുകളും തിന്മകളും ഉണ്ടാവരുത് ജീവിതത്തിൽ. രഹസ്യവും പരസ്യവും ശുദ്ധമാവണം. ആണോ? എങ്കിൽ അള്ളാഹു നിങ്ങളെ കടക്ക വീട്ടിത്തരും, നിങ്ങളെ എല്ലാ പ്രയാസവും മാറ്റിത്തരും. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഒരു വിടുതൽ ഉണ്ടാക്കി തരും. ബാക്കി വയുക്കഫിറു അൻകും സയ്യിആതികും വയഗ്ഫിർ, നിങ്ങളെ പാപങ്ങളൊക്കെ മായ്ച്ചു തരും, നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും. അതല്ലേ അഫ്വ്? അതല്ലേ അഫ്വ്? അഫ്വ് കിട്ടി, നേരത്തെ പറഞ്ഞ ആഫിയത്തും കിട്ടി. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാണ്, അനുഗ്രഹമുള്ളവനാകുന്നു അള്ളാഹു. അള്ളാഹു എത്ര തന്നാലും തീരൂല. ഇപ്പം ആയത്ത് മനസ്സിലായില്ല? അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ നോക്കി നോക്കി, ആയത്തിന് അർത്ഥം മനസ്സിലാക്കിയിട്ട് മതി. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ തഖ്വ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് കാണിക്കാനുള്ള ഒരു വിവേചന കഴിവ് പഠിച്ചുണ്ടാക്കി തരും. അതാണ് ഫുർഖാന്. ഒരു മാർഗം പഠിച്ചാൻ തുറന്നു തരും. അതല്ലേ? ഒരു വഴി പഠിച്ചാൻ കാണിച്ചു തരും. സത്യത്തിന്റെ വഴി ഏതാണ്, അസത്യത്തിന്റെ വഴി ഏതാണെന്ന് പഠിച്ചാൻ കാണിച്ചു തരും. അതിലൂടെ നമുക്ക് ജീവിക്കാനും കഴിയും. പാപങ്ങൾ പുറത്തു തരും. നമ്മുടെ തിന്മകളൊക്കെ അള്ളാഹു മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്തു തരും. കാരണം അള്ളാഹു ഏറ്റവും വലിയ ഔദാര്യവാനാണ്. ഇതാണ് ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞ ആശയം. ഇതാണ് ഈ പഠിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ, ഈ ഇരുത്തത്തിലൂടെ, ഈ നമ്മുടെ വരവിലൂടെ, നമ്മുടെ ഈ സാന്നിധ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 5000 രൂപ നമ്മളൊരു സഹോദരൻ തന്നിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടത് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എല്ലാ അസുഖങ്ങളും ഭേദമാക്കി കൊടുക്കട്ടെ, രോഗശമനം പ്രദാനം ചെയ്യട്ടെ, ആഫിയത്തിനെയും ആരോഗ്യത്തെയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തകന്മാരുടെ ഒരു വെള്ളം ഇന്ന് മുതൽ ജോലിക്ക് പോകുന്നുണ്ട്. ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മൈഷത്തിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരന്റെ ഭർത്താവിന്റെ സഹോദരിക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം എന്തു തന്നെയാണെങ്കിലും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും പരലോകത്തെ പദവി ഉയരാനും അല്ലാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച തന്നെയായിരിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ പള്ളിയുടെ
കക്കാട് തിരങ്ങാടി പള്ളിയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഇതിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഇസ്ലാമിനെയോ നമ്മളെ പ്രവർത്തകന്മാരെ ഏൽപ്പിക്കാം. ഇനി ആണുങ്ങളോട് എനിക്ക് പറയാനൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് എല്ലാവരും ജമാഅത്തിന് എൻ്റെ നാട്ടിലെ പള്ളിക്ക് എത്തണം. ഞാനെല്ലാം ഞായറാഴ്ച ഇങ്ങോട്ട് വരലുണ്ടല്ലോ. അപ്പോൾ ഒന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നാണ്ട് വരിക. എല്ലാവരും വരണം. ഞായറാഴ്ച മഗ്‌രിബിന് പള്ളിക്ക് എത്തുക. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, CP സലീം പ്രസംഗിക്കുന്നുണ്ട്. കൊടക്കാട് പടിഞ്ഞാറങ്ങാടി നമ്മുടെ പള്ളി, ആ പള്ളിയിലേക്ക് നിങ്ങൾ എത്തണം, നിർബന്ധമായിട്ട് എത്തണം. ഞാൻ ആ രൂപത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാനുള്ള സൽക്കാരത്തിന് പോലെ മാത്രമല്ല കേട്ടോ. ഇതാ ദായക്കഫാജിബ്, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാൻ നമ്മൾ വിചാരിച്ചെന്താ കല്യാണത്തിന് പോകുന്ന അതല്ല. അതിന് ഒന്നാം സ്ഥാനത്തുള്ളത് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. അപ്പം എല്ലാവരും വരണം. ഒരു വണ്ടി ഏൽപ്പിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സലാമ് പോകല്ല, പിന്നെ ഒരു വണ്ടി ഏൽപ്പിക്കണം. ആ വണ്ടി നേരത്തെ ഏൽപ്പിച്ചിട്ട് അതിലുള്ള ആളുകളുമായിട്ട് ആരൊക്കെ വരുമെന്ന് ബന്ധപ്പെട്ട്, സ്കൂട്ടറിൽ വരുന്ന ആൾക്കാർ അങ്ങനെ വരും. അതല്ലാത്തൊരു ഒരുമിച്ചൊരു വണ്ടി ഏൽപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മഗ്‌രിബിന് ജമാഅത്തിന് അവിടെ എത്തുന്ന രൂപത്തിൽ എല്ലാവരും വരണം. പിന്നെ നാളെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പങ്കെടുക്കാം. നാളെ പരപ്പനങ്ങാടി പീസ് ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഹദീസ് സെമിനാറാണ്, ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാവരും അതും പങ്കെടുക്കണം എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ആണുങ്ങൾ എന്നാണ്, ആണുങ്ങൾ എന്നാ വരണ്ടേ? ആണുങ്ങൾ എന്നാ വരണ്ടേ എൻ്റെ നാട്ടിക്ക്? വെള്ളിയാഴ്ച. അപ്പം നിങ്ങളോട് എന്തിനാ പറഞ്ഞാൽ അറിയാമോ? എന്തിനാ? നിങ്ങൾ ചോദിക്കണം, ഉസ്താദിന്റെ നാട്ടിക്ക് പോകണില്ലേ നിങ്ങൾ ചോദിക്കണം. അത് കഴിഞ്ഞിട്ടല്ല കേട്ടോ, അല്ല അന്നും ഇങ്ങനെ പോയില്ലല്ലോ എന്ന് ചോദിക്കരുത്. അതിന് മുമ്പേ ചോദിക്കണം. അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ഓരെ പറഞ്ഞേക്കണം, നിർബന്ധമായിട്ട് വരാൻ വേണ്ടി പറയണം. അവിടെ ഇവരെല്ലാവരും എത്തണം. നിങ്ങളെ ഉണ്ടാവുള്ളൂ, വേറെ ആരും അവിടെ വരാനില്ല. അപ്പം നിങ്ങളോടക്ക് ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ കൊല്ലത്തിലൊരിക്കൽ ഇൻഡോർക്ക് നിങ്ങളും വരണം. അപ്പോൾ ആ ക്ഷണങ്ങൾ സ്വീകരിക്കുക. അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധം മരിക്കുന്നത് വരെ നിലത്തി തിരുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരു കുടുംബമായി സന്തോഷത്തോടെ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.